ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഈ വീഡിയോ മുതലുള്ള എല്ലാ വീഡിയോയിലും ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ് ടൈറ്റിൽ വേണമെന്നുള്ളവർ എനേബിൾ ചെയ്യാം. തംബ്നെയിലിലൂടെ നിങ്ങൾ ആൾറെഡി കണ്ടിട്ടുണ്ടാവും ഈ വീഡിയോൻ്റെ കണ്ടന്റ് എന്താണെന്ന്. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ പറയാണ്ട് നേരെ വീഡിയോക്ക് കിടക്കാം. എല്ലാവർക്കും ലൈസൻസ് ഉണ്ടാവും, പക്ഷെ എല്ലാവർക്കും എല്ലാ ടൈപ്പും അറിഞ്ഞിരിക്കണം എന്ന് വെച്ചാൽ വഴിയില്ല. എന്തൊക്കെ ടൈപ്പ് ലൈസൻസ് ഉണ്ട്, അതിന് എത്ര ഏജ് വേണം, എന്തൊക്കെ റിക്വയർമെന്റ്സ് എന്നൊക്കെ. അപ്പം ഈ വീഡിയോയിൽ നമുക്ക് അതൊക്കെ പരിചയപ്പെടാം. ഫസ്റ്റ് വന്നിട്ട് മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ, അതും ലെസ് ദാൻ 50cc. ഇതിന് വന്നിട്ട് 16 വയസ്സ് മതി. പക്ഷേ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ 50cc താഴെയുള്ള 2 വീലേഴ്സ് മാത്രമേ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം ഇന്ത്യയിൽ വന്നിട്ട് 50cc താഴെയുള്ള 2 വീലേഴ്സ് ഒന്നുമില്ല. പക്ഷേ ഈ മോട്ടോർ വെഹിക്കിൾ ആക്ട് വന്നിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത് 1988-ലാണ്. അന്നത്തെ കാലത്ത് 2 വീലേഴ്സ് വന്നിട്ട് 50cc താഴെ ഉണ്ടായിരുന്നു. അപ്പം സ്റ്റാർട്ട് ചെയ്തതാണ് ഈ 50cc ലൈസൻസ്. ഇതാണ് ഒരു ടൈപ്പ്. ഇതിന് വന്നിട്ട് ഏജ് 16 വയസ്സ് മതി. ഇതിന്റെ വാലിഡിറ്റി വന്നിട്ട് 20 years ആണ്. അടുത്ത സെക്കൻഡ് ടൈപ്പ് വന്നിട്ട് മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ. ഇതിന് വന്നിട്ട് സിസിന്റെ കണക്കില്ല. നോർമലി വന്നിട്ട് ഇതിന് ഏജ് വന്നിട്ട് 18 വയസ്സാണ്. ഇതിന്റെ വാലിഡിറ്റി 20 years. അടുത്ത തേർഡ് ടൈപ്പ് വന്നിട്ട് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ. ഇതിനും ഏജ് ലിമിറ്റ് വന്നിട്ട് 18 years ആണ്. ഇതിന്റെ വാലിഡിറ്റി 20 years. ഇതിന് വന്നിട്ട് ഇതുകൊണ്ട് വന്നിട്ട് നമുക്ക് എല്ലാ ടൈപ്പ് 2 വീലേഴ്സും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് വിത്ത് ഗിയർ വിത്തൗട്ട് ഗിയർ ഏതും ഡ്രൈവ് ചെയ്യാം ഈ കാറ്റഗറി ഉണ്ടെങ്കിൽ. അടുത്ത ഫോർത്ത് ടൈപ്പ് വന്നിട്ട് LMV, അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. അതായത് നമ്മളെ 4 വീലർ, ചെറിയ ഈ ഗൂഡ്സ് വണ്ടി, അതൊക്കെയാണ് LMVയിൽ പെടുന്നത്. അപ്പം ഇതിനും നമുക്ക് വേണ്ടത് 18 വയസ്സാണ്. ഇതിനും വാലിഡിറ്റി വന്നിട്ട് 20 years ആണ്. ഓരോ വെഹിക്കിളിനും അതിൻ്റെതായ വെയിറ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ MT വെയിറ്റ് നോക്കുമ്പോൾ 7500 കിലോനെക്കാട്ടിയും താഴെയുള്ള വെഹിക്കിൾസ് ആണ് ഈ LMV കാറ്റഗറിയിൽ വരുന്നത്, അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. അപ്പം LMV ലൈസൻസ് കൊണ്ട് അപ് ടു 7500 കിലോഗ്രാം വരെയുള്ള എല്ലാ വെഹിക്കിൾസും നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ചെറിയ കാറാവാം, അല്ലെങ്കിൽ ഏറ്റവും ചെറിയ പ്രൈവറ്റ് ബസ് ആവാം. നമ്മുടെ നാട്ടിലൊക്കെ ചെറിയ പ്രൈവറ്റ് ബസ്സുകൾ ഓടലുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ വെയിറ്റ് വന്നിട്ട് 7500 kg താഴെയാണെങ്കിൽ നമുക്ക് ഈ LMV ലൈസൻസ് വെച്ച് ഡ്രൈവ് ചെയ്യാം. അടുത്തത് വന്നിട്ട് ഞാൻ പറയാൻ പോണത് സ്പെഷ്യലി ലൈസൻസ് അല്ല, PSV ബാഡ്ജ്, അതായത് പബ്ലിക് സർവീസ് വെഹിക്കിൾ ബാഡ്ജ്. ഇതിന് വന്നിട്ട് യൂസ് എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ ടാക്സി, ലോറി അങ്ങനത്തേലൊക്കെ കണ്ടിട്ടുണ്ടാവും യെല്ലോ ബോർഡ്, യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്കിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതാണ് ഈ പബ്ലിക് സർവീസ് വെഹിക്കിൾസ്. യെല്ലോ ബോർഡ് കാണുന്നതൊക്കെ പബ്ലിക് സർവീസ് വെഹിക്കിൾസ് ആണ്. അപ്പോൾ അങ്ങനെ യെല്ലോ ബോർഡ് ഇട്ട വണ്ടികൾ ഡ്രൈവ് ചെയ്യണമെങ്കിൽ നമുക്ക് ബാഡ്ജ് നിർബന്ധമാണ്. അതിൽ LMV ആണെങ്കിലും ഹെവി ആണെങ്കിലും ഏതിനും വന്നിട്ട് ബാഡ്ജ് നിർബന്ധമാണ്. അപ്പം ഈ ബാഡ്ജ് എടുത്തവർക്ക് മാത്രമാണ് ഈ പബ്ലിക് സർവീസ് വെഹിക്കിൾ ഓടിക്കാൻ പറ്റും. വന്നിട്ട് ഈ ബാഡ്ജിന് വന്നിട്ട് എടുക്കണമെങ്കിൽ നമുക്ക് 20 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. പിന്നെ LMV എടുത്തിട്ട് 1 കൊല്ലം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഈ ബാഡ്ജ് എടുത്തു കഴിഞ്ഞിട്ട് ബാഡ്ജിന്റെ വന്നിട്ട് വാലിഡിറ്റി വന്നിട്ട് 3 കൊല്ലമാണ്. ഓരോ 3 കൊല്ലം കഴിയുമ്പോൾ നമ്മളത് റിന്യൂവൽ ചെയ്യണം. പിന്നെ വന്നിട്ട് ഈ ചെറിയ ടാക്സി ഒക്കെ അല്ലേ, ഈ കാറ്, LMV കാറ്റഗറിയിൽ പെടുന്ന എല്ലാ വെഹിക്കിൾസും ഓടിക്കാനും പണ്ട് വന്നിട്ട് ബാഡ്ജ് നിർബന്ധമായിരുന്നു. ഇപ്പൊ 2018 വന്ന പുതിയ റൂൾസ് പ്രകാരം LMV കാറ്റഗറിയിൽ പെടുന്ന വണ്ടി ഓടിക്കാൻ ബാഡ്ജ് ആവശ്യമില്ല. ഹെവി ഓടിക്കാൻ മാത്രമാണ് ബാഡ്ജ് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊരു കാറ്റഗറിയാണ്.
LMV ഉള്ളവർക്ക് കുഴപ്പമില്ല. അതിന് മേലെ ഹെവി എടുക്കണം എന്നുള്ളവർ എന്തായാലും ബാഡ്ജ് എടുത്തിരിക്കണം. അടുത്തത് ഇതിൽ തന്നെ വന്നിട്ട് നമ്മൾ ബാഡ്ജ് എടുക്കുമ്പോൾ വന്നിട്ട് LMV TR എന്ന് മാറും നമ്മളെ ലൈസൻസ്. ബാഡ്ജ് എടുക്കുന്നതിന് മുന്നേ ആണെങ്കിൽ വെറും LMV എന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് പ്രൈവറ്റ് വണ്ടികൾ ഓടിക്കാം. പ്രൈവറ്റ് വണ്ടി മീൻസ് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്കിൽ എഴുതിയ നമ്പർ പ്ലേറ്റിലെ വണ്ടികൾ. അടുത്ത ബാഡ്ജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ LMV TR എന്ന് മാറും. അതായത് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ട്രാൻസ്പോർട്ട്. അപ്പം നമുക്ക് വന്നിട്ട് യെല്ലോ ബോർഡ് വണ്ടികൾ ഓടിക്കാം. ഇതിനും ഏജ് ലിമിറ്റ് വന്നിട്ട് 20 years ആണ്. വാലിഡിറ്റി വന്നിട്ട് 3 years. അടുത്ത കാറ്റഗറി വന്നിട്ട് ഹെവി. ഒന്നില്ലെങ്കിൽ നമ്മളെ ലൈസൻസിൽ ട്രാൻസ് ഓർ HTV എന്നിട്ടുണ്ടാവും. അത് ഓരോ സ്റ്റേറ്റിനനുസരിച്ച് മാറും. അതാണ് ഹെവി വെഹിക്കിൾസിന്റെ കാറ്റഗറി. ഈ ലൈസൻസ് എടുക്കണമെങ്കിൽ നമുക്ക് 21 വയസ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ബാഡ്ജ് എടുത്തിട്ട് 1 കൊല്ലം കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ഇതിനും വാലിഡിറ്റി വന്നിട്ട് 3 കൊല്ലാണ്. നമ്മൾ ഓരോ 3 കൊല്ലം കഴിയുമ്പോൾ ഇത് റിന്യൂവൽ ചെയ്യണം. ഹെവി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 വീലർ 4 വീലർ ഏതും ഓടിക്കാം. 7500 kg താഴെയുള്ള വെഹിക്കിൾസ് ആണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ. അതിന്റെ മേലുള്ള ഏത് ഓടിക്കണമെങ്കിലും ഹെവി ആവശ്യമാണ്. 7500 kg 12000 kg ഇടയിലുള്ളത് വന്നിട്ട് മീഡിയം മോട്ടോർ വെഹിക്കിൾ എന്നൊരു കാറ്റഗറി ഉണ്ട്. പക്ഷെ അതിന് വന്നിട്ട് സെപ്പറേറ്റ് ലൈസൻസ് ഇല്ല. LMV കഴിഞ്ഞാൽ അടുത്തത് ഹെവി ഉള്ളൂ. അപ്പൊ ഈ ഹെവി എടുത്താലാണ് എല്ലാ ടൈപ്പ് വണ്ടികളും ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ HTV അല്ലെങ്കിൽ ട്രാൻസ് എന്നിട്ടുണ്ടാവും ഇതിന്റെ കാറ്റഗറി. ഹെവി എടുത്താലും നമുക്ക് എല്ലാ വണ്ടിയും ഓടിക്കാം. പക്ഷേ ഈ റിഫൈനറി എന്നൊക്കെ വരുന്ന കണ്ടെയ്നറുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടുപോകണ വലിയ ടാങ്കർ ഇല്ലേ, റിഫൈനറി എന്നൊക്കെ പോണേ, അത് ഓടിക്കാൻ പറ്റൂല. ഈ വെറും ഹെവി ലൈസൻസ് കൊണ്ട് അതും ഫയർ എഞ്ചിനും നമുക്ക് ഓടിക്കാൻ പറ്റൂല. അത് രണ്ടും ഓടിക്കണമെങ്കിൽ ഹെവിയിൽ തന്നെ സെപ്പറേറ്റ് ഒരു കാറ്റഗറി ഉണ്ട്. അതെടുത്തവർക്ക് മാത്രമാണ് എല്ലാ വണ്ടിയും ഓടിക്കാൻ പറ്റും. പക്ഷെ ഹെവി ഉണ്ടെങ്കിൽ പലർക്കും ഒരു സംശയമുണ്ട്. ഈ ക്രെയിന്, JCB, നമ്മളെ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഒക്കെ ഇല്ലേ, അതിന് എന്തെങ്കിലും തനിച്ച് ലൈസൻസ് ഉണ്ടോന്ന്. അതിന് തനിച്ച് ലൈസൻസ് ഒന്നുമില്ല. ഹെവി എടുത്തവർക്ക് വന്നിട്ട് ആ വണ്ടിയൊക്കെ ഡ്രൈവ് ചെയ്യാം. പക്ഷെ അതിന് തനിച്ച് വന്നിട്ട് അത് ട്രെയിനിങ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. അവിടുന്ന് വന്നിട്ട് നമ്മൾ 1 month ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ആ സർട്ടിഫിക്കറ്റും പിന്നെ ഹെവി ലൈസൻസും ഉണ്ടെങ്കിലാണ് ഈ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹെവിയിൽ തന്നെ വന്നിട്ട് ഈ ഫയർ ആൻഡ് ഹസാർഡസ് എന്നൊരു കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറിയും കൂടി എടുത്തവർക്ക് മാത്രമാണ് ഫയർ എഞ്ചിനും ഈ പെട്രോളിയം പ്രോഡക്ട്സ് ഒക്കെ കൊണ്ടുപോകണ ഹൈലി ഫ്ലേമബിൾ കൊണ്ടുപോകണ വലിയ കണ്ടെയ്നേഴ്സ് ഉണ്ടാവും. വലുതെന്നല്ല, ഏതും ഓരോ പെട്രോൾ പമ്പിന്റെ ചെറിയ ടാങ്കർ ആണെങ്കിലും വലിയ ടാങ്കർ ആണെങ്കിലും ഏതിനും വന്നിട്ട് ഹൈലി ഫ്ലേമബിൾ കൊണ്ടുപോകണ ഏത് വണ്ടി ഓടിക്കണമെങ്കിലും ഈ ഫയർ ആൻഡ് ഹസാർഡസ് കാറ്റഗറി ലൈസൻസ് കൊണ്ട് എടുത്തിരിക്കണം. ഇത് വന്നിട്ട് പൊതുവെ വന്നിട്ട് എല്ലാ RT ഓഫീസിലൊന്നും കിട്ടൂല. ഇപ്പൊ നമ്മള് കേരളത്തിൽ നിന്നല്ല, സൗത്ത് ഇന്ത്യയിൽ ഓടുന്ന മിക്ക ഈ റിഫൈനറിക്ക് പോണ ടാങ്കറൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒന്നില്ലെങ്കിൽ അത് TN രജിസ്ട്രേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ KA രജിസ്ട്രേഷൻ ആയിരിക്കും. നിങ്ങൾ കേരളത്തിൽ കൊച്ചിൻ റിഫൈനറി എന്നൊക്കെ പുറത്തു പോണ വണ്ടികൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒന്നില്ലെങ്കിൽ TN അല്ലെങ്കിൽ KA. ഇതെന്താന്ന് വെച്ചാൽ എന്തെങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ ഓടിക്കുന്നവർ മിക്കതും ആ ഏരിയയിൽ നിന്നുള്ളവരായിരിക്കും. ഇതിനെന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ലൈസൻസ് പൊതുവെ എല്ലാ സ്ഥലത്തും ഇല്ല. അതുകൊണ്ട് വന്നിട്ട് ഇതിന് വന്നിട്ട് ഇത് കിട്ടണമെങ്കിൽ, ഈ ലൈസൻസ് കിട്ടണമെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് അപ്രൂവ്ഡ് കുറച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ട്. അവരടുത്ത് വന്നിട്ട് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്ത് അവരടുത്തുനിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങണം. ഈ ഫയർ ആൻഡ് ഹസാർഡസിന് തനിച്ചൊരു ക്ലാസ് ഉണ്ട്.
അത് അറ്റൻഡ് ചെയ്ത് വാങ്ങിയവർക്ക് മാത്രമാണ് ഈ ലൈസൻസ് കിട്ടുള്ളൂ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിൽ വന്നിട്ട് നാമക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് അശോക് ലൈലാൻഡ് അവർ കമ്പനി കോർപ്പറേറ്റ് ആയിട്ട് ഡയറക്റ്റ് നടത്തുന്ന ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. നമ്മൾ അവിടുന്ന് ട്രെയിനായി അവരൊരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റ് കൊണ്ട് നമ്മൾ RT ഓഫീസിൽ പോയിട്ട് നമ്മൾ ഹെവി ലൈസൻസിന്റെ കൂടെ ഇതും കൂടി സർട്ടിഫിക്കറ്റും കൂടി വെച്ചാൽ അവർ പുതിയതൊന്ന് ആഡ് ചെയ്ത് തരും. അതിന് തനിച്ച് കാറ്റഗറി ഒന്നുമില്ല, ഹെവിന്റെ കൂടെ തന്നെ വേറെ ഒന്ന് ഫയർ ആൻഡ് ഹസാർഡസ് എന്നും കൂടി ചേർത്ത് തരും. അതും കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ടാങ്കറൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ല അശോക് ലൈലാൻഡ് അവരുടെ അടുത്തുനിന്ന് വന്നിട്ട് 3 ദിവസം ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. 3 ദിവസം ഫുൾ ഡേ ഇരുന്ന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ അതിനൊരു സർട്ടിഫിക്കറ്റ് തരും. അതുകൊണ്ട് നമ്മൾ RT ഓഫീസിൽ പോയാലാണ് നമുക്ക് ഈ ഫയർ ആൻഡ് ഹസാർഡസ് ലൈസൻസ് കിട്ടുള്ളൂ. ഈ ലൈസൻസിന് വന്നിട്ട് കാലാവധി വന്നിട്ട് 1 ഇയർ ഉള്ളൂ. ഓരോ കൊല്ലം കഴിയുമ്പോഴും നമ്മൾ വന്നിട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് സർട്ടിഫിക്കറ്റ് വാങ്ങി പിന്നെ വേണം അതിനെ റിന്യൂവൽ ചെയ്യാൻ. അതുകൊണ്ട് ഈ ലൈസൻസ് പൊതുവെ വന്നിട്ട് കേരളത്തിലൊക്കെ കുറവാണ്. നിങ്ങൾ ആ ടാങ്കറൊക്കെ ശ്രദ്ധിച്ചാൽ കാണും, മിക്കവാറും TN28 TN88 ആ ഏരിയയിലുള്ളതായിരിക്കും മിക്ക ടാങ്കറുകളും. കാരണം ഈ RT ഓഫീസൊക്കെ നാമക്കൽ ബേസ്ഡ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ അശോക് ലൈലാൻഡിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടും നാമക്കല്ലാണ്. അപ്പൊ മിക്കവാറും അതിന് പരിസരത്തുള്ള ആൾക്കാരായിരിക്കും ഈ ട്രെയിനിങ് കഴിഞ്ഞ് ആ ലൈസൻസ് കയ്യിലുണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുവരെ അറിയില്ലെങ്കിൽ ഇനിയൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ ടാങ്കറുകളില്ല, റിഫൈനറിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്ന വലിയ ടാങ്കേഴ്സ്, അത് വന്നിട്ട് തമിഴ്നാട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ കർണാടക മംഗലാപുരത്തിന്റെ അടുത്തുള്ള ഏതെങ്കിലും രജിസ്ട്രേഷൻ ആയിരിക്കും. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾ കാണുമ്പോൾ ഫയർ ആൻഡ് ഹസാർഡസ് അതേ പറഞ്ഞ പോലെ 1 കൊല്ലം വാലിഡിറ്റി ഉള്ളൂ. അത് കഴിഞ്ഞ് ഓരോ കൊല്ലം നമ്മൾ റിന്യൂവൽ ചെയ്യാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്നിട്ട് ഓരോ കാറ്റഗറിയിലും ഓരോ വെഹിക്കിൾസാണ് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഡ്രൈവ് ചെയ്യണമെന്നുണ്ടോ അതിനുള്ള കാറ്റഗറിയിലുള്ള ലൈസൻസ് നമ്മൾ കയ്യിൽ വെച്ചിരിക്കണം. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. ഫസ്റ്റ്, മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ <50 cc. 2, മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ എനി cc. അടുത്ത 3 വന്നിട്ട് മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ എനി cc. 4, LMV, അതായത് 7500 കിലോനെക്കാട്ടിയും താഴെയുള്ള വെഹിക്കിൾസ്. അടുത്തത് വന്നിട്ട് 5, LMV ട്രാൻസ്പോർട്ട്, അതായത് നമ്മൾ ടാക്സി എന്ന് പറയുന്ന വെഹിക്കിൾസ്, യെല്ലോ ബോർഡ് വണ്ടി. 6, PSV ബാഡ്ജ്, അതെന്തായാലും നിർബന്ധമായിട്ട് എടുത്തിരിക്കണം എന്നില്ല. നമ്മൾ യെല്ലോ ബോർഡ് ഓടിച്ച് ടാക്സി അല്ലെങ്കിൽ യെല്ലോ ബോർഡ് പബ്ലിക് സർവീസ് വെഹിക്കിൾസ് ഓടിക്കണം എന്നുള്ളവർ മാത്രമാണ് ഈ ബാഡ്ജ് എടുക്കും. അടുത്തത് 7 വന്നിട്ട് ഹെവി വെഹിക്കിൾസ്, അതായത് ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ HTV, അതായത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന ഹെവി വെഹിക്കിൾ എന്ന് പറയൂലേ അത്. അടുത്തത് 8ാമത്തെ ടൈപ്പ് വന്നിട്ട് ഹെവി വെഹിക്കിൾ ഫയർ ആൻഡ് ഹസാർഡസ്. അപ്പൊ ഇത്രയാണ് കാറ്റഗറി. നമ്മൾ വന്നിട്ട് ഈ കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ഫോർക്ക് ലിഫ്റ്റ്, എവാക്വേറ്റർ, JCB, ക്രെയിന്, ഇതൊക്കെ ഓടിക്കണം ഹെവി ലൈസൻസ് ഉണ്ടെങ്കിൽ മതി. പിന്നെ വന്നിട്ട് നമുക്ക് അവരുടെ അടുത്തുനിന്ന് അപ്രൂവ്ഡ് സെന്റേഴ്സിന് ട്രെയിൻ ആയെന്നുള്ളത് സർട്ടിഫിക്കറ്റ് വേണം. അതും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ് ഓക്കെയാണ്. ഫയർ ആൻഡ് ഹസാർഡസിനും ഇതേപോലെ ട്രെയിനിങ്ങിന് പോയിട്ട് അവിടുന്ന് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നമ്മൾ RT ഓഫീസിൽ പോയാൽ നമുക്കതും തരും. പിന്നെ പലർക്കും ഉള്ളൊരു സംശയമാണ് ഈ വോൾവോ, സ്കാനിയ ബസ്സൊക്കെ ഓടിക്കാൻ തനിച്ച് ലൈസൻസ് ഉണ്ടോന്ന്. അതിനൊന്നും തനിച്ച് ലൈസൻസ് ഇല്ല. പക്ഷെ കോമൺ ആയിട്ടുള്ള ഹെവി വെഹിക്കിൾ ആണ്, അതായത് ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ. അതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ വോൾവോ, സ്കാനിയ ബസ്സൊക്കെ ഓടിക്കാം. അതിന് ഓടിക്കാൻ കുറച്ച് രീതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ ഈ ഹെവി ട്രാൻസ്പോർട്ട് വെഹിക്കിൾ ലൈസൻസ് എടുത്തിട്ട് 1 ഇയർ എക്സ്പീരിയൻസ് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ വന്നിട്ട് വോൾവോന്റെ വന്നിട്ട് ട്രെയിനിങ് സെന്റർ ഉണ്ട്. ഞാൻ നേരത്തെ നാമക്കലിൽ അശോക് ലൈലാൻഡിന്റെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ബാംഗ്ലൂരിൽ വന്നിട്ട് വോൾവോന്റെ ട്രെയിനിങ് സെന്റർ ഉണ്ട്. അവിടെ നമ്മൾ 1 മാസം ട്രെയിനിങ്ങിന് പോയാൽ അവരൊരു സർട്ടിഫിക്കറ്റ് തരും. ആ സർട്ടിഫിക്കറ്റും
AV ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ വോൾവോ സ്കാനിയൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ മിക്കെല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കണം. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുന്ന എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ പരമാവധി എല്ലാം പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ റിപ്ലൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇതിൻ്റെ എല്ലാ ലൈസൻസിൻ്റെ ഡീറ്റെയിൽ അവസാനം ഒന്നിച്ച് കൊടുക്കുന്നുണ്ട്, അതൊന്ന് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഈ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുള്ളവർക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.